പത്തനംതിട്ടയിൽ ലിഫ്റ്റിൽ തല കുടുങ്ങി വീട്ടുടമസ്ഥൻ മരിച്ചു. കടമനിട്ട കല്ലേലിമുക്കിൽ സ്വദേശി മാത്തുക്കുട്ടിയാണ് മരിച്ചത്. വീടിന് പുറത്തുള്ള ലിഫ്റ്റിലാണ് തല കുടുങ്ങിയത്. ഫയർഫോഴ്സ് എത്തിയെങ്കിലും തല കുടുങ്ങി മാത്തുക്കുട്ടിയുടെ ജീവൻ നഷ്ടമായിരുന്നു. വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുന്നു. സുജു, ഏതായാലും ദുഃഖകരമായ ഒരു വാർത്തയാണിത്. എങ്ങനെയാണ് സംഭവിച്ചത്? വീട്ടിൽ എത്ര നാളായി ഈ ലിഫ്റ്റ് സ്ഥാപിച്ചിട്ട്? എന്താണ് കൂട്ടിച്ചേർക്കാനുള്ള വിവരങ്ങൾ? സിജു, ഈ മാത്തുക്കുട്ടിയുടെ വീടിൻ്റെ മുമ്പിലുള്ളൊരു ലിഫ്റ്റാണ്. വീട്ടിൽ നിന്ന് പുറത്തേക്ക്, അതായത് റോഡിലേക്ക് പോകുന്ന സാധനങ്ങളുമായിട്ടൊക്കെ പോകാൻ വേണ്ടി നിർമ്മിച്ചത്. നമ്മളിപ്പോൾ അതിൻ്റെ സമീപത്താണ് നിൽക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ലിഫ്റ്റ് ഈ ആളുകൾ ഇവിടുത്തെ അദ്ദേഹം വീട്ടിൽ പുറത്തേക്ക് ഉപയോഗിക്കുന്ന ലിഫ്റ്റായിരുന്നു. അതെ 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 പുറത്തോട്ടും മേളിലും കയറുന്ന പുള്ളിക്ക് ഇത് ബൽബിൻ്റെ അസുഖമുണ്ട്. അതുകൊണ്ട് സ്റ്റെപ്പ് കയറാൻ വയ്യാന്നുകൊണ്ട് പുള്ളി ഇതുണ്ടാക്കിയത്. എപ്പോഴായിരുന്നു അപകടം? എപ്പോഴായിരുന്നു അപകടം? ഇപ്പോൾ ഒരു 3 മണിക്കൂറായി. അപ്പോൾ ഇപ്പം സമയം ചെയ് അരമണിക്കൂർ മുമ്പായിരുന്നല്ലേ? ആ തല ഇടയ്ക്കാണെങ്കിൽ ഇത് കുരുങ്ങിന്നാണ് പറയുന്നത്. സിജു, നമുക്ക് ഈ ലിഫ്റ്റ് കാണാൻ സാധിക്കും. അതായത് വീട്ടിൽ നിന്ന്, റോഡിൽ നിന്ന് ഉയരത്തിലേക്കാണ് വീട് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നടന്ന് കയറുവാൻ വീട്ടിലേക്ക് ബുദ്ധിമുട്ടുണ്ട്. റിട്ടയർഡ് KSRTC ജീവനക്കാരൻ കൂടിയാണ് ഈ മരിച്ച മാത്തുക്കുട്ടി. നമുക്ക് കാണാൻ, ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. വീട്ടിൽ നിന്ന് അല്പം ഉയരത്തിലാണ് റോഡിൽ നിന്ന് അല്പം ഉയരത്തിലാണ് വീട്ടിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു സാഹചര്യത്തിൽ ആൾ കടന്നു പോകേണ്ടതായിട്ട് വന്നിരിക്കുന്നത്. വീട്ടിൽ ഇപ്പോൾ മൃതദേഹം ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇത്തരം ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എപ്പോഴാണ് ചേട്ടാ സംഭവം നടന്നത്? ഇപ്പോൾ എത്രയായി? 1 മണിക്കാന്ന് വെച്ചു. 1 മണി, ഒരു 12:45 ആയിരിക്കും. എന്താണ് സംഭവിച്ചത്? ആ ലിഫ്റ്റ്, ഇവിടെ ഒരു ലിഫ്റ്റ് വെച്ചിട്ടുണ്ട്, 1 വർഷമായി. അതിനിടയ്ക്ക് സ്റ്റക്ക് ആയെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം പുള്ളി തന്നെ യാത്ര ചെയ്ത് മേളോട്ടും താഴോട്ടും പോകുന്നത്. അപ്പം പുള്ളി തന്നെ ആയതുകൊണ്ട് ആർക്കും അറിയത്തില്ല ഇതിനകത്ത് എന്താ സംഭവിച്ചതെന്ന്. പിന്നെ പുള്ളിയെ കാണാഞ്ഞിട്ട് പുള്ളിക്കാരത്തി അന്വേഷിച്ചപ്പോഴായിരിക്കും കണ്ടു ഇതിനകത്ത് സ്റ്റക്കായെന്നുള്ളത് മനസ്സിലായി. സാധനങ്ങൾ കയറ്റിയിറക്കാനാണോ, സാധനങ്ങൾ കയറ്റിയിറക്കാൻ വേണ്ടിയാണ് ലിഫ്റ്റ് ഉപയോഗിക്കുന്നത് ആളുകൾ? അല്ല, പുള്ളിക്ക് പോകാനും വരാനും, പുള്ളിക്ക് വയ്യ, നടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ്. 1 വർഷം മുമ്പ് സ്ഥാപിച്ചത്. ആ ഇതാണ് സിജു സംഭവം. 1 വർഷം മുമ്പ് സ്ഥാപിച്ച ലിഫ്റ്റാണ്. സുജു, അതിൽ നിന്ന് സുജു നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത് ഈ വീട് വളരെ താഴെയും റോഡ് മുകളിലുമാണ്. അപ്പോൾ അതിനു വേണ്ടി തോന്നുന്നു താൽക്കാലികമായി, അതായത് ഈ പ്രാദേശികമായി നിർമ്മിച്ച ലിഫ്റ്റാണോ? സാധാരണ ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഈ വൻകിട കമ്പനികളാണ് ഇത്തരം ലിഫ്റ്റുകൾ ഉണ്ടാക്കാറുള്ളത്. ഇത് ആ ലിഫ്റ്റിൻ്റെ നിർമ്മിതിയിൽ തന്നെ പ്രശ്നം ഉണ്ടായെന്ന് ആദ്യ കാഴ്ച നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയുന്നുണ്ടോ? ഈ ലിഫ്റ്റ് ഏത് കമ്പനിയുടേതാണ്? എങ്ങനെയാണിത്? അവിടെ പ്രാദേശികമായി നിർമ്മിച്ചതാണോ? എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? തീർച്ചയായിട്ടും സിജു പറഞ്ഞതിൻ്റെ അകത്ത് ചെറിയൊരു പിശകുണ്ട്. വീട് മുകളിലും റോഡ് താഴെയുമാണ്. ഇത് കണ്ടിട്ട് ഈ ലിഫ്റ്റ് കണ്ടിട്ട് പ്രാദേശികമായി നിർമ്മിച്ചത് തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് നിർമ്മിതി അത്തരത്തിലാകാനാണ് സാധ്യത. സാധാരണ ഇത് നമുക്കതും ചോദിക്കാവുന്നതാണ് ഈ ലിഫ്റ്റിനെ പറ്റി. ഇത് ഇവിടെ നിർമ്മിച്ച ലിഫ്റ്റാണല്ലേ? പുള്ളിയുടെ സമയത്ത് പുള്ളിക്ക് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കയറിപ്പാനെ കൊണ്ടുവേണ്ടി നിർമ്മിച്ച വർക്ക്ഷോപ്പ് അങ്ങനെയുള്ള അതൊന്നും അറിയത്തില്ല. ഇവിടെ പുള്ളിക്കാരത്തിയോടെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും. ഇവിടെ ഈ കയറി ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് മൂലം ഈ സമീപത്തായി നിർമ്മിച്ച ഒരു ലിഫ്റ്റാണ്. നമുക്ക് ആ ലിഫ്റ്റിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് കൂടുതൽ വ്യക്തമാകുമെന്നാണ് സിജു മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആ ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. അതായത് റോഡിൽ നിന്ന് വീടിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു ഉയരമാണ് ഇതുള്ളത്. അവിടെയാണ് ഈ ലിഫ്റ്റ് ഇതിന്റെ മുകളിൽ കുരുങ്ങിയതാകാം എന്നാണ് അനുമാനം. അദ്ദേഹം ഒറ്റയ്ക്കാണ് ഈ ലിഫ്റ്റിലേക്ക് ഉള്ളിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. എന്തായാലും ഇക്കാര്യത്തിൽ വീട്ടിലെ മറ്റ് ആളുകളൊക്കെ തന്നെയുണ്ട്. മൃതദേഹം ഹോസ്പിറ്റലിലേക്ക് മാറ്റിയാണ്. ഫയർഫോഴ്സ് എത്തിയാണ് ഈ മൃതദേഹം മാറ്റിയത്. സിജു.